ഇന്നത്തെ മറ്റൊരു വാർത്ത പി.വി. അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് പി.വി. അൻവർ എം.എൽ.എ വ്യക്തമാക്കുന്നത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് പി.വി. അൻവറിന്റെ തീരുമാനം. അൻവറിനോട് സ്വീകരിക്കേണ്ട നിലപാട് UDF ചർച്ച ചെയ്യും എന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും ഇന്ന് പുറത്തുവന്നു. പി.വി. അൻവർ എന്ത് രാഷ്ട്രീയ നീക്കമായിരിക്കും നടത്തുക എന്ന ആകാംക്ഷയ്ക്കാണ് ഉത്തരമാകുന്നത്. അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി ലഭിക്കുന്ന പിന്തുണ വോട്ടായി മാറുമോ എന്നത് ഒരു ചോദ്യമാണ്. പിന്തുണയ്ക്കുന്നവർ തന്നെ തള്ളിപ്പറയുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പാർട്ടി പ്രഖ്യാപനവുമായി പി.വി. അൻവർ രംഗത്തെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുമെന്നാണ് അൻവറിന്റെ വെല്ലുവിളി. ഈ ഞായറാഴ്ച 1 ലക്ഷം ആളുകളെ മഞ്ചേരിയിലെ വിശദീകരണ യോഗത്തിലെത്തിച്ച് ശക്തി തെളിയിക്കാനാണ് നീക്കം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും, പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും, യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാവട്ടെ. കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സ്ഥാനാർത്ഥികൾ ഇറങ്ങിയാൽ അത് CPIM-ന് തലവേദനയാകും. സാമ്പാർ മുന്നണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണസമിതികളിൽ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതാകില്ലെന്ന് പ്രതിപക്ഷവും കണക്കുകൂട്ടുന്നു. CPIM-ന്റെ പരീക്ഷണം ഏറ്റവും ബാധിച്ച ലീഗ് തന്നെ അൻവറിന്റെ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തതും അതുകൊണ്ടുതന്നെ. അല്ല, അത് UDF ചർച്ച ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് പത്രക്കാരോട് സംസാരിക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. UDF തലത്തിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. വർഗീയ ശക്തികളാണ് അൻവറിന്റെ പിന്നിലെന്ന പ്രചാരണത്തിൽ ഊന്നി പ്രതിരോധിക്കാനാണ് CPIM-ന്റെ ആലോചന. അൻവർ അണികളെ വൈകാരികമായി സ്വാധീനിക്കാതിരിക്കാനുള്ള മുൻകരുതലും പാർട്ടിയെടുക്കുന്നു. CPIM-ന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വളരെ വലിയ സമര പശ്ചാത്തലമുള്ള ഒരു നാടാണ് നിലമ്പൂര്. നിലമ്പൂര് അൻവറിന്റെ സ്ഥലമല്ല, നിലമ്പൂര് കുഞ്ഞാലിയുടെ സ്ഥലമാണ്. ആ നിലയത്തിന് ഞങ്ങളിതിനെ കണ്ടിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്കതിൽ ഭയമൊന്നുമില്ല. ഞായറാഴ്ച അൻവർ ശക്തിപ്രകടനം നടത്തുന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് A. വിജയരാഘവൻ പങ്കെടുക്കുന്ന യോഗം. അതോടെ മലപ്പുറത്തെ രാഷ്ട്രീയ പോരിന് വീറും വാശിയും കൂടും. 24 മലപ്പുറം. നിലമ്പൂർ ആയിഷയെപ്പോലുള്ളവരുടെ പിന്തുണ, അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടിയോട് ഇടത് സ്വതന്ത്രരായി മത്സരിച്ചവരും വിജയിച്ചവരുമായവരുടെ നിലപാടുകൾ, ഇതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകും. അർഷാക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പി.വി. അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയ ദിവസമാണ്. ഇനി പൊതുജനങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തെ കാണുന്നു എന്നുള്ളതാണ് നോക്കാം. ഒരു പാർട്ടി നല്ലതാണെങ്കിലൊക്കെ ഇവിടെ നിന്നുകൊണ്ടിരിക്കും. വീണ്ടും പിന്നെ പാർട്ടികൾ വർദ്ധിച്ചും കൊണ്ടിരിക്കും. ഒരു രാഷ്ട്രീയങ്ങളെ കൊണ്ടൊന്നും ഇവിടെ അവസാനിക്കൂല. ഇപ്പോൾ കാണുന്ന കാലഘട്ടത്തിൽ വീണ്ടും ഇങ്ങനെ എല്ലാവരും ഓരോ രാഷ്ട്രീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് വരും. പി.വി. അൻവറൊക്കെ അത് അവസരവാദമായിട്ട് കാണപ്പെടും. കാരണം പി.വി. അൻവർ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഈ തൃശ്ശൂർ പൂരം കലക്കി അതിലൊക്കെ ADGPക്ക് പങ്കുണ്ട് പറഞ്ഞു. അതൊക്കെ അതിന് കുറേ എന്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു, കുറച്ച് മുന്നേ എന്താ പറയുന്നത്? മൂപ്പരെ ആഗ്രഹങ്ങൾ നടത്തുക എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഒന്നിനും ബദലായിട്ടാണ് നടക്കൂല. ലീഗിനൊക്കെ ബദലായിങ്ങാണ്ടാണല്ലോ പല പാർട്ടികൾ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഒരു സ്വപ്നമായിരിക്കും. പുതിയതായിട്ടൊരു പാർട്ടി രൂപീകരിച്ചാൽ എത്രത്തോളം അത് സക്സസ് ആവും എന്നതിനെ കുറിച്ച് ഒന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റൂല. നടക്കൂല. ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതാകാൻ കൂടില്ല. അവസാനം PC ജോർജിനെ പോരാവും, അത്രേ ഉള്ളൂ. പാർട്ടി രൂപീകരിച്ച് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഏതെങ്കിലും മുന്നണി കൂടി അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിച്ചെന്ന് വരും, ചിലപ്പം പരാജയപ്പെട്ടെന്ന് വരും. അവർ തമ്മിലുള്ള കളികളാണ് നടക്കുന്നത്. കാരണം ഇത് ഈ എന്താ പറയുന്നത്, പണ്ടാരണ്ട് പറഞ്ഞ മാതിരി ഈ ഇരുമ്പ് വഴുകുമ്പോൾ കൊല്ലനും കൊല്ലത്തെയും ഒന്നാവുന്നുള്ളൊരു ഇതുണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെ സംഭവിക്കും.